നന്ദേട്ടാ നമസ്കാരം. നമസ്കാരം. നന്ദേട്ടാ, ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഇംഗ്ലീഷിലാണ് വാസ്തവം. അതെ 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 ഇത് നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം എടുക്കാം. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾക്ക് അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടോ? അങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അതെന്തുകൊണ്ടെന്നും കൂടി ഒന്ന് വിശദീകരിക്കണം. അതിൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കേവലം ദൃശ്യമാധ്യമങ്ങളുടെ മാത്രമല്ല, പത്രമാധ്യമങ്ങളുടെ അടക്കം വിശ്വസ്തത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് മാധ്യമങ്ങളെയും വിശ്വസ്തത നഷ്ടപ്പെടുന്ന ബോധ്യം വരുന്നത് ഇതാരാണ് കാണുന്നതെന്നുള്ളതാണ്. ഒരു കാലത്ത് ചെറുപ്പക്കാരൊക്കെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിൽ ചേരും, അതിനുശേഷം പുസ്തകങ്ങൾ വായിക്കും, പത്രങ്ങൾ വായിക്കും. ഇന്നിപ്പോൾ പത്രം വായിക്കുന്നവരുടെ എണ്ണം എത്രയുണ്ട്? ഇന്ന് മാത്രമല്ല, പത്രത്തിൻ്റെ സർക്കുലേഷൻ എത്രയും നോക്കിയിട്ടുണ്ടോ? എണ്ണപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ സർക്കുലേഷൻ 17 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷത്തിലേക്ക് താന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് നിൽക്കുന്ന പത്രത്തിൻ്റെ എണ്ണം വളരെ താന്നു. ഈ രണ്ട് പത്രങ്ങളും വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. കാരണം പത്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കറിയാലോ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രമാധ്യമത്തിൻ്റെ ഒരു എഡിറ്റർ അവിടെ മലപ്പുറത്തിറന്ന് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ പോയി സംസാരിക്കാൻ പോയി. എന്നിട്ട് പറഞ്ഞു, ആ രാഹുലിന് നന്ദി ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു. ഈ തരം വിവരക്കേട് വിളിച്ചു പറയുന്ന രീതിയിലുള്ള മാധ്യമങ്ങളുടെ ചില പത്രാധിപന്മാർ, ഇവർ സത്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു നന്ദി പറയത്തക്ക രീതിയിലുള്ള വലിപ്പം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം വിഷയങ്ങൾ പഠിച്ചിട്ടാണോ പത്രമാധ്യമങ്ങൾ പാർലമെന്റിൽ സംസാരിക്കുന്നത്? അല്ലല്ലോ. സാമാന്യൻ എല്ലാവർക്കും അറിയാം, അത് ഈ പറയുന്ന എഡിറ്റർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിലും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട്, പത്രമുതലാളിയുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പത്രത്തിന്റെ എഡിറ്റർ നടത്തുന്ന ഈ പ്രവർത്തനം അത് കേവലം നിലവാരം കുറഞ്ഞൊരു ഏർപ്പാടാണ്. സാമാന്യനെ അത് തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളിലുള്ളത്. ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന എങ്ങനെയാണ്? നമുക്കറിയാലോ, ചില അടുപ്പുകൂട്ടി ചർച്ചകളും, അതേപോലെ തന്നെ 3-4 പേരൊക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് മരം വെട്ടുകാരനെ കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളൊക്കെ. ഈ ചർച്ചകൾക്കൊരു വിശ്വാസം വരണ്ടേ? ഭയങ്കര നാടകീയതയാണ്. നാടകീയത വളരെ കൂടുതലാണ്, കാപട്യം വളരെ കൂടുതലാണ്, സത്യസന്ധത അതിനകത്ത് തീരവില്ല, വിഷയങ്ങൾ പഠിക്കുന്നില്ല. അത് താൻ പോരിമ പ്രകടിപ്പിക്കാനായിട്ടുള്ള ചില വാർത്താ ലേഖകന്മാരുടെ അവതരണങ്ങളാണ് ഏറെ കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ജനത്തിന് വിശ്വാസം വേണ്ടേ? ജനം ഇതിന് നോക്കാൻ തയ്യാറില്ല. ജനങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്നില്ല. മറിച്ച് ഇവരുടെ ചില വീരസ്യം പറച്ചിലാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ദൃഷ്ടാന്തം ജനത്തിന് വേണ്ട. അത് ജനത്തിന് വേണ്ട. ജനത്തിന് ഞാനോ നിങ്ങളൊന്നും പറയുന്ന കളവൊന്നും കേൾക്കാൻ സമയമില്ലപ്പാ. കാരണം ജനത്തിന് ഈ സാധനത്തിന്റെ ഒരൊറ്റ ഫിംഗർ ടിപ്സിൽ അവരെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, അങ്ങ് പറഞ്ഞത് കുറേയൊക്കെ ഞാനും യോജിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഇത്തരം വ്യാജ നിർമ്മിതികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞ പോലെ അടുപ്പുകൂട്ടി ചർച്ചകൾ, അതിനകത്തുള്ള അജണ്ട വച്ചുള്ള വിലയിരുത്തലുകൾ, ഇതൊക്കെ വാസ്തവത്തിൽ പൊളിഞ്ഞു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടും ഇതിനെ എതിർത്തുകൊണ്ടും ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടും ഒക്കെ ഉള്ള എഴുത്തുകളും ചർച്ചകളും ധാരാളം വരുന്നുണ്ട്, വീഡിയോകൾ വരുന്നുണ്ട്. എന്താണ് അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വേറൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വീഡിയോ ഇറക്കാം. ഇപ്പം ഈ പറയുന്ന പ്രശാന്ത് ഒരു സാധനം കളവായിട്ട് അവതരിപ്പിച്ചാൽ അത് കളവാണെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് അറിയാവുന്ന ഒരാളുകൾക്ക് മറുപക്ഷത്ത് സംസാരിക്കാൻ അവസരമുണ്ട്. ഈ പറയുന്ന ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മറ്റേ ചാനലുകളിൽ അങ്ങനെ ഫ്രീഡം കിട്ടുന്നില്ല. അതിനകത്ത് ചാനലിൻ്റെ അവതാരകനാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ എത്ര മിനിറ്റ് വരെ സംസാരിക്കണം, 4 മിനിറ്റാണോ 7 മിനിറ്റാണോ 12 മിനിറ്റാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ആ അവതാരകരാണ് തീരുമാനിക്കുക. അതിനിടയ്ക്ക് ഒരു 6 മിനിറ്റ് വരെ അവതാരകൻ്റെ രാഷ്ട്രീയ ബോധം വെളിപ്പെടുത്തുന്ന അത് അതിനകത്തുണ്ടാവും. രാഷ്ട്രീയ ചിന്ത പ്രസരിപ്പിക്കാത്ത ഏത് ചാനൽ അവതാരകനാണ് കേരളത്തിലുള്ളത്? സ്വന്തം രാഷ്ട്രീയം പറയുന്നവരാണ് പലരും. ആ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് അവർ ചാനലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത, കഴിഞ്ഞ കുറേ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ ചാനലുകൾ അവതരിപ്പിച്ചിരുന്ന ആളുകൾ അവർ മന്ത്രിമാരായിട്ടുള്ള സ്ഥലമല്ലേ കേരളം? അവർ മന്ത്രിമാരായിരിക്കുന്നു, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വിഡ്ഢിവേഷം കിട്ടുന്ന ചില ആളുകളുണ്ട്. അതായത് മോട്ടോർ വെച്ചിട്ടുള്ള കിണറിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കോരി കൊടുക്കുക. ഈ തരം മണ്ടത്തരങ്ങൾ കാണിക്കാൻ സാധിക്കുന്നത് ഈ തരം ചില പാണന്മാർക്കാണ്.
അവിടെയാണ് ദൃശ്യമാധ്യമ അവതാരകന്റെ കെടുകാര്യസ്ഥതയും ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെടുന്ന അവിടെയാണ്. സ്വയം വിശ്വാസ്യത സ്വയം വിശ്വസ്ത നഷ്ടപ്പെടുത്തുകയാണ്. ഇവര് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്, ഇവർ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ട്. ഇത് മാറിയിട്ടാണ് ഇവർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർ പമ്പര വിഡ്ഢികളാണല്ലോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന അവിടെയാണ്. ഇപ്പം അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ യുവജന ഒരു കലോത്സവത്തിൽ പോയിട്ടുള്ള ഒരു അവതാരകന്റെ വിക്രയം നമ്മൾ കണ്ടു. ഒരു അവതാരകനല്ലായിരുന്നുവെങ്കിൽ അയാൾക്കെതിരായിട്ട് കേസെടുത്തേനെ. ഇപ്പോഴും കേസെടുത്തു. അതെ, ആ കേസിന് മുൻകൂർ ജാമ്യത്തിൽ ഒരു മുൻകൂർ ജാമ്യമൊക്കെ കിട്ടൂലായിരുന്നു. അയാൾ കേവലം അവതാരകന്റെ പേരിൽ മാത്രം കിട്ടിയതാണ്. നമുക്ക് തിരിച്ച് വേറൊരു പ്രസക്തമായ കാര്യത്തിലേക്ക് വരാം. ഈ രാഷ്ട്രീയം അങ്ങ് പറഞ്ഞു, രാഷ്ട്രീയ അതിപ്രസരണം ഉണ്ട് ചാനലുകളിൽ, അവതാരകന്മാർക്ക് ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയ അതിപ്രസരണം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം റേറ്റിംഗ് വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ്. ഈ റേറ്റിംഗ് വല്ലാതെ ഇടിഞ്ഞു എന്ന് മാത്രമല്ല, അവർ തമ്മിലുള്ള ആ പോര് പോലും ഒട്ടും പ്രസക്തി, അതായത് 1ാം സ്ഥാനത്തിന് വേണ്ടിയും 2ാം സ്ഥാനത്തിന് വേണ്ടിയൊക്കെ നടത്തുന്ന പോരുണ്ടല്ലോ, ഒരു മത്സരമുണ്ടല്ലോ, ആ മത്സരത്തിന് പോലും ഒരു പ്രസക്തി ഇല്ലാത്ത വണ്ണം അവർ തകർന്നു പോയിരിക്കുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ. ഇപ്പുറത്ത് അതേസമയം നമ്മുടെ ഡിജിറ്റൽ മീഡിയ അഥവാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഇത് ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ, അവർക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന് ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു സംഭവം നടന്ന് പറയാം. ഏഷ്യാനെറ്റിലാണ്, ഞാൻ ചാനലിന്റെ പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതിൽ സമാധികളെ കുറിച്ച് ഒരാൾ വിശദീകരിക്കുന്നുണ്ട്. ഈ സമാധി തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം സമാധിയെ കുറിച്ച് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള സ്ഥലം, നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഗോവൻ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ചാനലുകാരന്റെ അജണ്ടയുടെ ഭാഗമാണത്. തീർച്ചയായിട്ടും. അതെ അതെ, വഴിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിട്ടുള്ള സംഭവമാണ്. അവിടെ ഉണ്ടായുള്ള ഗോപന്റെ സമാധിയെക്കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് ആദിശങ്കരാചാര്യനെയും ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനൊക്കെ എടുത്തു വെച്ചിട്ട് ഈ ചാനലിൽ ചില ആളുകൾ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ പരിഹാസ്യം തോന്നുകയാണ്. ഇയാൾ ആരെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, ഇയാൾ അവതരിപ്പിക്കുന്നതെല്ലാം പ്രത്യേക ചില വിഭാഗങ്ങളെ കുറിച്ച് മാത്രമല്ലേ, അല്ലാത്തവരാരെയും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അല്ല, വാക്കിന്റെ അർത്ഥം പോലും വാസ്തവത്തിൽ അറിയാതെയാണ് പലരും പറഞ്ഞത്. അതെ, ആ അർത്ഥം പോലും ഈ പുള്ളിക്ക് ബോധ്യമില്ല. ചാനൽ അവതാരകൻ എന്തോ വിശ്വോത്തരമായ മഹത്തായുള്ള കാര്യം ചെയ്യുന്നുള്ള മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. പമ്പര വിഡ്ഢിത്തരമാണ് അയാൾ അവതരിപ്പിച്ചത്. അതിന് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിന് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും ഇതുപോലെ യൂട്യൂബ് ചാനലുകളും ഒക്കെ കൊടുത്ത നല്ല മറുപടി. യൂട്യൂബ് ചാനൽ ഈ ഒരു കാര്യത്തെ, അതായത് ഈ ഗോപൻ എന്ന വ്യക്തിയുടെ ആ ഒരു പ്രക്രിയയുമായിട്ട്, സമാധിയും അതിനെ തുടർന്ന് ആ ഭൗതിക ശരീരം അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ വന്നിരുന്നു. പക്ഷേ ഈ ചാനലുകൾ ചെയ്യുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു രീതി അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം അല്ല അവിടെ സംഭവിച്ചത്. അവിടെ രണ്ടു വശവും പറഞ്ഞിരുന്നു. അതൊരു വ്യത്യാസം തന്നെയാണ്. ഇതിനകത്ത് പല ചാനൽ അവതാരകരും പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, അവരെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. അവർ ആർക്കു വേണ്ടിയിട്ട് വാദിക്കുന്നവരാണ്, ആർക്കു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ട അവരെ സംബന്ധിച്ചുണ്ട്. ഈ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഈ സമാധിയെക്കുറിച്ച് സംസാരിച്ചതിലടക്കം അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് അതിനകത്ത് എതിർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആരെക്കുറിച്ചൊക്കെയാണ് പറയുക അതിനകത്ത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിയല്ല എന്ന് പറയേണ്ടി ഇയാൾക്ക് ചങ്കൂറ്റമുണ്ടോ? പറയാൻ സാധ്യമല്ലല്ലോ. ചട്ടമ്പി സ്വാമികളുടെ പറയാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ? ഇയാൾക്ക് പറയാൻ ധൈര്യമില്ലല്ലോ. ഇയാൾ പറയുന്നത് അസംഘടിതമായിരിക്കുന്ന ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മുഴുവൻ ആ സമാധികളെ തള്ളിപ്പറയുന്ന രീതിയായി ഉണ്ടാവുക. സംഘടിതമായിട്ടുള്ള മതങ്ങളെക്കുറിച്ച് ഇയാൾക്ക് പറയാൻ ഉണ്ടോ? അൽഫോൺസാമയുടെ മരണത്തെക്കുറിച്ച് പറയേണ്ട ഇയാൾക്ക് ധൈര്യമുണ്ടോ? ചാവറച്ചൻ്റെ മരണത്തെക്കുറിച്ച് പറയേണ്ട ഇയാൾക്ക് ധൈര്യമുണ്ടോ? ഒന്നും ഇയാൾ പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തെ കുറിച്ചിട്ട് ഇയാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ കണ്ടിട്ടുള്ള എന്താ പറയാ മുടിയെ കുറിച്ചിട്ട്, ആ മുടി വിവാദത്തെ കുറിച്ച് ഇയാൾക്കൊന്നും പറയാൻ സാധ്യമായിട്ടില്ലല്ലോ. ഇതൊന്നും പറയാതെ കണ്ട് ഇയാളെ അന്നും പിണറായി വിജയൻ വളരെ ധൈര്യസമേതം പറഞ്ഞു ഏത് മുടിയും ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് പറയുന്ന പിണറായി വിജയൻ അക്കാലത്ത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഇന്നത് പറയാനുള്ള ധൈര്യം പിണറായി വിജയൻ ഉണ്ടാവില്ല. ഇന്ന് പറയണത് അയാളുടെ ചെവിക്ക് പിടിക്കാൻ വേണ്ടി അവിടെ മരുമകനുണ്ട്, അവിടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യമാധ്യമങ്ങളുടെ ഈ ഒരു പ്രവണത, ഈ ഏകപക്ഷീയമായ ഒരു വിഷയത്തെ ആക്രമിച്ച് ഒരു വിഷയം കയ്യിൽ കിട്ടിയാൽ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ എന്താ പറയുക വാചാടോപങ്ങൾ, പിന്നെ വീൺവാക്കുകൾ ഒക്കെ അവരെ സ്വയം ചിന്തിച്ചത് തിരുത്തേണ്ട കാലം കഴിഞ്ഞു. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സോഷ്യൽ മീഡിയയും
ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും വളരെ ശക്തമായി ഇക്കാര്യത്തിൽ മറുപടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച ആ കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇവരുടെ വ്യൂവർഷിപ്പ് കുറയുന്നു, അവരുടെ റേറ്റിംഗ് കുറയുന്നു. പകരം അപ്പുറത്ത് ഈ നവമാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾ, അവയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കേരളം അവരെ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൃശ്യമാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യസന്ധമായി സുതാര്യമായി അവർ കാര്യങ്ങൾ, വാർത്തകളെ സമീപിക്കുകയും അതിനെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യാതെ അവർക്കിനി മുന്നോട്ടൊരു വളർച്ചയില്ല എന്ന സത്യം അവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞ് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ തിരിച്ചറിയേണ്ടത് ഇവരൊന്നും പക്ഷപാതപരമായിട്ട് സംസാരിക്കരുത്. ഇവർ കേവലം ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ വക്താക്കളായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടരുത്. നിഷ്പക്ഷമായിട്ടുള്ള സമീപനം ഇവരെ സംബന്ധിച്ച് വേണം. സത്യസന്ധമായിട്ടുള്ള സമീപനം വേണം. ആ സത്യസന്ധത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവർ നിഷ്പക്ഷരായിരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് സത്യസന്ധത വരില്ല, ഇവർ പക്ഷത്തിന്റെ ആളുകളാവും. അതുകൊണ്ട് അതല്ലാതെ കണ്ട് ഒരിക്കലും വാർത്താ, പത്ര, ദൃശ്യ മാധ്യമങ്ങളെ പൊതുസമൂഹം അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ്. ഈ തിരിച്ചറിവ് ആദ്യം വേണ്ട ഇവർക്കാണ്. ഇവർക്ക് പതിവിൽ കവിഞ്ഞ രാഷ്ട്രീയ മോഹങ്ങൾ, പല ചാനൽ അവതാരകന്മാർക്കും വലിയ രാഷ്ട്രീയ മോഹങ്ങളാണ്. നാളെ MLA ആവാനും മന്ത്രിയാകാനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കൂട്ടും ധരിപ്പിച്ച് ഇരിക്കുന്ന ആളുകളാണ് പലരും. ആ പണിയൊക്കെ നിർത്തിയിട്ട് ഇവർ വാർത്തയുടെ പൊതുസമൂഹത്തിലേക്ക് വാർത്ത എത്തിക്കേണ്ടവരാണ് തങ്ങളെന്നുള്ള ബോധ്യം ഇവർക്ക് വന്നില്ലെങ്കിൽ ഇവർക്ക് പകരക്കാരായിട്ട് ഒരു സംശയവും വേണ്ട, ഓൺലൈൻ മാധ്യമങ്ങൾ ആ രംഗത്തേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും സംബന്ധിച്ചില്ല. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരാകണം. അല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് അവർ പോകരുത്. പോയാൽ അതിൻ്റെ തിരിച്ചടി വളരെ ശക്തമായി. ശരി, നന്ദി, നമസ്കാരം.